ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നൊരു നടിയിലാട്ടോ. നടിയിലുകളെ കാണിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാണുന്ന നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ നടിയിൽ കാണാനും ഇഷ്ടം. അപ്പം ഞാൻ ഇന്ന് നടിയിൽ കാണിക്കുക. എൻ്റെ ഇന്നത്തെ നടിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്നത്തെ നടിയിൽ നമുക്ക് സ്ഥലമില്ലാത്തവർക്കും നല്ല ഉപകാരമുള്ള ഒരു സംഭവമാണ് ഇന്ന് ഞാൻ നടാൻ പോകുന്നത്. കാരണം കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ, മുറ്റം മാത്രമേ ഉള്ളൂ. അവർക്കൊക്കെ ഞാൻ നടാൻ പോകുന്ന രീതി കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്കും അങ്ങനെ തന്നെ നടുന്നത് എന്താണെന്നറിയാം. അതാദ്യം പറയാം. കാബേജ് എവിടുന്നാണ് എനിക്ക് കാബേജ് തൈ കിട്ടിയതെന്ന് ഞാൻ കാണിച്ചു തരാം. കാബേജ് തൈ എങ്ങനെയാണ് തൈയാക്കി മാറ്റുന്നത് കാണിച്ചു തരാം. അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എന്നാ വരും. കാബേജ് തൈ എവിടുന്നാ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ. ഇതാ ഞാൻ കാബേജ് നട്ട് വിളവെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറ്റി അവിടെ വെക്കും. ഈ കുറ്റി ഇവിടെ വെച്ചാൽ എന്താ ഒരു മാസമായി, 2-3 ആഴ്ചയായി ഈ കുറ്റിക്ക് കണ്ട ചുറ്റും കാബേജ് വന്നത്. എന്നിട്ട് നമ്മൾ കാബേജ് വന്നത് കാബേജ് തൈ വന്നത്. എന്നിട്ട് കാബേജിൻ്റെ തൈ നമ്മളെ മെല്ലെ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുക വരുന്നതാ. കണ്ടോ, നല്ലൊരു തൈ ഉണ്ടായില്ലേ. ഒരു തൈ നമുക്ക് അവിടെ തന്നെ വെക്കാട്ടോ. കാരണം ഈ ചാക്ക് അവിടെ തന്നെ അങ്ങ് വെച്ചാൽ നല്ല കാബേജ് വരും. ഒന്നവിടെ വെക്കാം. അങ്ങനെ ഞാൻ ഈ തൈ ഉണ്ടാക്കി എടുക്കുന്ന രീതി കാണിച്ചു തരാം കേട്ടോ. അത് 3 എടുത്ത് ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി വലുതായിട്ട് എടുക്കുക. ഈ ഒരു വലുതില്ലേ, ഈ വലുത് അവിടെ നിന്നോട്ടെ. അത് പെർമനൻ്റ് ആയിട്ട് അടുത്ത കാബേജിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെങ്ങനെ തൈയാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാവിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനിങ്ങനെ കുമ്പിള് കുത്തി. ഞാൻ എപ്പോഴും തൈ ഉണ്ടാക്കൽ പ്ലാവിൻ്റെ ഇലയിലാണ്. പ്ലാവിൻ്റെ ഇല കിട്ടാത്തവരാരും ഉണ്ടാവില്ല, ഈർക്കിളി കിട്ടാത്തവരും ഉണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ നമ്മളിങ്ങനെ അങ്ങോട്ട് ഈർക്കിളി കൊണ്ട് ഇങ്ങനെ കുമ്പിള് കുത്തുക. ഞാൻ ഇന്നലെ ചൂല് വീഡിയോ ഉണ്ടാക്കിയിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കരിയിലടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മണ്ണ് നിറക്കുക. സാധാ മണ്ണിനൊരു പ്രത്യേകതയൊന്നുമില്ല. ഞാനിങ്ങനെ സാധാ മണ്ണ് എടുത്താൽ ഈ മണ്ണിലേക്ക് നമ്മൾ ഇതങ്ങ് നട്ടു കൊടുക്കുക. ബിസ്മില്ലാഹിർ എന്താ ഇങ്ങനെ അങ്ങ് നട്ട് കഴിഞ്ഞാൽ ഇതൊരു 2 ആഴ്ചയൊന്നും വേണ്ട, അതിൻ്റെ മുമ്പേ അതിനിങ്ങോട്ട് വേര് പിടിക്കും. ഇങ്ങനെ വേര് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാന്നറിയോ, ഇത് വേര് ഇതേപോലെ മണ്ണ് കുഴിച്ച് ഇതിക്കൊണ്ട് അങ്ങ് നടാം. ഇതൊന്നും മാറ്റാതെ നല്ലൊരു ജൈവവളമാണ്. ഇത് പ്ലാവിൻ്റെ ഇലയാണ്. അപ്പം ഇതിന് ഈ കൂർപ്പ് നിൽക്കൂല. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെയുള്ള ചട്ടീൻ്റെ സൈഡിൽ, ഈ ചാക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കും. ഇതാ ഇങ്ങനെ നനച്ച് കൊടുത്താൽ നന്നായിട്ടുണ്ടാവും. ഒന്നും കൂടെ കാണിച്ചു തരാം എൻ്റെ പ്രിയപ്പെട്ടവർക്ക്. ഇതാ ഇതിങ്ങനെ കുമ്പിള് കുത്തുക, എന്നിട്ട് ഈർക്കിളി എടുക്കുക. പയറും വിത്തും ബീൻസ് വിത്തും പറയണ്ട, സൂപ്പറാ. ഇങ്ങനെ കുത്തുക, നനക്കണേ. നല്ല വേനലാ, ഭയങ്കര വെയില. അപ്പം തന്നെ വൈകുന്നേരമായിട്ടും വെയില. ഇതാ ഇങ്ങെടുത്തിട്ട് സാധാ മണ്ണ് എടുക്കുക. എന്താ ഒന്നും കൂടി. അപ്പം എനിക്ക് ഒരു കാബേജിൽ നിന്ന് ഇപ്പം തൈ കിട്ടിയേ കണ്ടോ, 4 തൈ സൂപ്പർ തൈ കിട്ടി. ഒന്നായ്മ തന്നെ വെച്ചതാ. ഇനി ഇതൊക്കെ വലുതാവും. അപ്പം ഞാൻ പറിച്ചിട്ട് വേറെ നടും. അപ്പോൾ പറിക്കാൻ മാത്രം ആയിട്ടില്ല. അതാ 2 എണ്ണമായി. അങ്ങനെയാണ് ഞാൻ തൈ ഇടുന്നത്. ഞങ്ങൾ കാണിക്കുന്നില്ല, സമയം പോവും. നട്ട് കഴിഞ്ഞു. ഞാൻ ഈ സൈഡിലേക്ക് തന്നെ അങ്ങ് വെച്ചു. കാരണം ഇവിടെ കൂർപ്പായത് കൊണ്ട് ഇനി നനക്കുമ്പോൾ അത് ആളായി വരും. ഇത് ഒരാഴ്ച പോലും ഇത് വെയിലൊളിക്കാൻ പറ്റുമോ കേട്ടോ. അങ്ങനെയൊരു പ്രത്യേകത ഇതിനുണ്ട്. ഒരാഴ്ച നമുക്ക് വെയിലൊളിക്കിയത്. ഇനി ഇതിൻ്റെ മുമ്പ് ഞാൻ കാബേജ് വിളവെടുത്തതിൻ്റെ കുറ്റിയിൽ നിന്നുണ്ടായത് ഞാൻ പറിച്ചെടുത്തിട്ട് ഞാൻ ചെറിയ ചട്ടിയിൽ വെച്ചിരുന്നു. ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് ഇതാ കാബേജിൻ്റെ തൈ ഉണ്ടായി കണ്ടോ. തൈ ആളായി വന്ന് കാബേജ് ആദ്യം ഉണ്ടായതാ തൈ. ഇതാണ് ഞാനിപ്പം നടാൻ പോകുന്നത്. എനിക്ക് എവിടുന്നാ കിട്ടിയെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞല്ലോ. അപ്പം മനസ്സിലായോ, ഈ കുറ്റിമെന്ന് തൈ ഉണ്ടാവുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അത് പിന്നെ ഞാനത് മനസ്സിലാക്കിയത്. അതുകൊണ്ട് എനിക്ക് പറ്റിയ, ഞാൻ ആദ്യം കുറ്റിയോടുകൂടി ഇങ്ങോട്ട് പറിച്ചെടുക്കലേനു. അപ്പം എനിക്ക് പറ്റിയ അബദ്ധം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ലൈവായിട്ട് ഓരോന്ന് കാണിച്ചു തരുന്നത്. ഇത് വേര് പിടിപ്പിക്കുന്ന രീതി വളരെ സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചട്ടിയിലാക്കിയേ ഉള്ളൂ. ഇങ്ങനെ നട്ടതാണ് ഞാൻ ഒന്നിങ്ങനെ എടുത്തതാ. മേശപ്പുറത്ത് ഒന്നേ കൊള്ളൂ. എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ആളായില്ല, കുറഞ്ഞ സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ കരിയിലയിൽ ഇതിങ്ങനെ നട്ട് കൊടുത്താലുണ്ടല്ലോ സൂപ്പറായിട്ട്. എപ്പോൾ പുല്ലരച്ചു കൊടുക്കണം. പുല്ല് പറിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ പുല്ല് തിന്ന് തീർക്കും. ഇവർക്ക് കിട്ടാണ്ടാവും.
അപ്പം ഞാൻ ഇന്ന് മേശവരം വൃത്തിയാക്കട്ടെ. ഇനി ഞാൻ അടുത്ത് നടാൻ നോക്കാം. നമുക്ക് ഈ കാബേജ് നടാൻ ഞാൻ ഇതുവരെ ഓരോ സിമൻറ്റ് ചാക്കിൽ ഓരോ കാബേജ് നട്ടിരുന്നത്. അപ്പം അത് കുറേ സ്ഥലം മുടക്കാണ്, പിന്നെ അതിന് ഒരുങ്ങണം. അതൊന്നും വേണ്ട, ഒരു ചാക്ക് തന്നെ നമുക്ക് 4-5 എണ്ണം നടാം. നല്ല അടിപൊളി ഭംഗിയിൽ അതുണ്ടാവും, നല്ല ഉഷാറിലുണ്ടാവും. ഒരു ചാക്ക് തന്നെ. ഈ ചാക്കിൽ നമുക്ക് നിറച്ച് കഴിഞ്ഞിട്ട് സൈഡിലിടവും വെച്ചാൽ മതി. അതിനു വേണ്ടി ഞാൻ വലിയൊരു ചാക്ക് എടുത്തിട്ടുണ്ട്. കാബേജ് നല്ല വിസ്താരത്തിലുണ്ടാവും. പോട്ടി മിക്സ് നല്ലതാണെങ്കിലും നല്ല കാലാവസ്ഥയാണെങ്കിൽ നനയും കിട്ടുകയാണെങ്കിൽ നല്ല വലുപ്പത്തിലുണ്ടാവും കാബേജ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ ചാക്ക് എടുക്കണം കേട്ടോ. എന്നിട്ട് ഈ ചാക്കിലേക്ക് ഞാൻ എന്താ നറുക്കുന്നതെന്നറിയോ? എൻ്റെ താരം തന്നെ, എനിക്കെപ്പം നറുക്കുന്ന താരം ഇതാ നോക്കി. ഞാൻ കരിയില ഒരു ചാക്കും കൊണ്ടുവന്ന് അതിൻ്റെ പുറമെ ഇത്രയും കൂടി കൊണ്ടുവന്ന് കരിയില കുത്തി നറുക്കാൻ കുറവ് വിചാരിച്ചിട്ടൊന്നും കാര്യമല്ല. നമുക്ക് എന്തെങ്കിലും കൃഷി എടുക്കണമെങ്കിൽ നമ്മൾ തോട്ടത്തിൽ നിന്ന് ഞാൻ അടിച്ചു വാരിയിട്ട് ഞാൻ കരിയില അടിച്ചു വാരാൻ പറ്റിയ ചൂലൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. നമ്മളെ ചാനലിലുണ്ടേ. അതുപോലെ ആ ചൂലുണ്ടാക്കി അങ്ങ് കരിയില അടിച്ചു വാരാൻ നല്ല എളുപ്പമാണ്. അങ്ങനൊന്നും നാശാവില്ല. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലൊക്കെ മാറ്റണം. എന്നിട്ട് ഞാനിതിലേക്ക് എൻ്റെ കരിയില ഇടുക, കൂത്തി നറുക്കുക കേട്ടോ. എത്രയാ ഞാൻ തോട്ടത്തിൽ നിന്ന് വാരുമ്പേ പ്ലാസ്റ്റിക് കിട്ടും. അത് നമുക്ക് നോക്കിയാൽ മതിയല്ലോ. ഞാൻ ഒരിക്കലും എന്താട്ടുന്നത് കാണിച്ചു തന്നാൽ പിന്നെ എന്നോട് നമ്മളെ പ്രിയപ്പെട്ടവർ തന്നെ എത്രയോ ആൾ പറയുന്നുണ്ട് ഇപ്പം കരിയില ഇന്നും എല്ലാ ചെടിയിലും കരിയില ഇട്ടിട്ട് നല്ല ഉഷാറാകുന്നുണ്ട്, പറഞ്ഞു തന്നതിന് താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് എത്രയോ ആൾ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം, ഇങ്ങനെ അങ്ങോട്ട് നിറക്കുക. പേപ്പറൊക്കെ നിന്നോട്ടെ, പേപ്പറൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം അറിയോ? കുറച്ച് മണ്ണിടണം. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം നനക്കുമ്പോഴൊക്കെ ഇതെല്ലാം നനഞ്ഞ് ഈ മണ്ണും കൂടെ ചേർന്നിട്ട് പെട്ടെന്ന് വളമാവും. ഇതിങ്ങനെ നല്ലോണം കാണുന്നുണ്ടല്ലോ അല്ലേ? സൂം ചെയ്യണ്ടല്ലോ. കുറേ ആൾക്കാർ പറയും ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് സൂം ചെയ്ത് കാണിക്കണേ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കുറച്ച് മണ്ണിട്ട് കരിയിലിട്ട് ഒരിക്കലും കൂടി കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഒറ്റ കയ്യും ഇതും കൂടി ആയിട്ടാണ്, പിടിച്ചു തരാനൊന്നും ആളില്ലേക്ക്. ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ആള് അടിച്ചു വാരിയിട്ട് കത്തിക്കാൻ നിൽക്കുന്നു. അപ്പം ഞാൻ ചോദിച്ച് ഇതെന്താക്കുന്നാന്ന് വെച്ച് ഞാൻ. അപ്പം പറഞ്ഞ അത് കത്തിക്കാൻ വെച്ചാണ്. അപ്പം ഞാൻ പറയാം ഞാൻ കൊണ്ടിക്കോളൂ. അങ്ങനെ ഞാൻ ചാക്കെടുത്തിട്ട് കൊണ്ടുവന്നതാ. ചാക്കിലും കൊള്ളയിട്ട് ഞാൻ പിന്നെ എൻ്റെ വട്ടപാത്രം എടുത്തെടുക്കും. ഓൽക്കും ഉപകാരം എനിക്കും ഉപകാരം. എന്നിട്ട് ഞാൻ പറഞ്ഞ് കരിയിലുണ്ടെങ്കിൽ എന്നെ സമീപിച്ചോളി, ഞാൻ എടുത്തോളൂ. എനിക്ക് നല്ലോണം കൃഷി എടുക്കാൻ കരിയിലുണ്ടായിട്ട് നല്ല ഉപകാരമുണ്ട്. മണ്ണ് കുറച്ച് മതി, നല്ല വളമായി. വീട്ടുകാരെ ഇടങ്ങറാക്കിയിട്ട് വളം വാങ്ങിത്തരുന്ന ഇടങ്ങറാക്കണ്ട. ഇതൊക്കെ കപ്പ നട്ടിട്ട് ചാക്കിന്ന് കട്ട പിടിച്ചതാ. കപ്പയിൽ നമ്മൾക്ക് 90% കരിയിലായിരുന്നല്ലോ. ഇത് കരിയില കട്ട പിടിച്ചിട്ട് മണ്ണായതാ ഇത് കേട്ടോ. പൊടിയുന്നുണ്ട്, ഇതേതാണ്ടോ പൊടിയുന്നുണ്ട്. ഇനി ഞാൻ ഇത് ഫുള്ളാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ കുറേ കരിയിലിട്ട് കുറച്ച് മണ്ണിട്ട് അങ്ങനെ റെഡിയാക്കി. നമ്മളെ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ചാക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ വളഞ്ഞു പോകരുത്. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. എനിക്ക് അങ്ങനെ ഒന്ന് പറ്റിപ്പോയിന്. ഞാൻ വെർട്ടിക്കലാണല്ലോ ഇത് സംഭവം. അപ്പോൾ ഒരേ ലെവലിൽ നിൽക്കാഞ്ഞാൽ അപ്പോൾ അത് ഒരേപോലെയാണോ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിട്ടുമ്പോൾ കരിയില നിറച്ചു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അത് ആ പാത്രം നിറച്ച് കരിയില. അതിൻ്റെ പുറമെ വീണ്ടും എടുക്കേണ്ടി വന്നു കേട്ടോ. വേറെ പാത്രത്തിൽ നിന്നും എടുക്കേണ്ടി വന്നു. പിന്നെ കരിയില തീരെ കിട്ടാത്തവരുണ്ട് പോലും. ചില ആൾക്കാരെടുത്ത് കരിയില ഇല്ലാന്ന്. അപ്പോൾ അവർ ചോദിച്ചു വാഴൻ്റെതൊക്കെ പറ്റൂല. വാഴൻ്റെതൊക്കെ ഫസ്റ്റാ, അതൊക്കെ വളമായി മാറും. കല്ല് നമുക്ക് വേണ്ട. കല്ലെന്തിനാ? കുറച്ച് മണ്ണ് പെട്ടെന്ന് വിഘടിച്ചിട്ട് വളമായി മാറാൻ വേണ്ടിയിട്ടാണ് ആ ട്രിക്ക്. പിന്നെ നനച്ചും കൊടുത്താൽ അപ്പം നിറഞ്ഞു. അധികം കുത്തി നിറക്കണ്ട. ഇനി ഒരു ഐഡിയ കാണിച്ചു തരാം. കുത്തി നിറച്ചുള്ള ബുദ്ധിമുട്ട് ഇനിയാണ് നമ്മൾ ചെയ്യേണ്ടത്.
വെർട്ടിക്കലാണ്. അതുകൊണ്ട് നല്ല ലെവലിൽ ചാക്ക് നിർത്തിയിട്ട് ഈ ചാക്കിനൊന്ന് തുന്നുക. എല്ലാം നമ്മളെ കയ്യിൽ വേണം കേട്ടോ. എന്താ ചാക്ക് തുന്നുന്നു. ഇതൊക്കെ ഞങ്ങൾ വാങ്ങിയതാ. അതാ അല്ല ഉറപ്പുള്ള. ഇങ്ങനെ പിടിച്ചിട്ട് ഇടയ്ക്കൊന്ന് തുന്നിയാൽ മതി കേട്ടോ. ഫുള്ള് തുന്നോളന്നില്ല. നല്ല തുന്നലുകാരൊക്കെ നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അടിപൊളി തുന്നലുകാരൊക്കെ ഉണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ഇവിടുത്തെ ഒരാളുണ്ട് കേട്ടോ, തുന്നുന്ന ആള്. ഞാനിതൊന്ന് കെട്ടിട്ടാട്ടെ, എന്നാലും അത് പോവൂല, നീങ്ങി പോണ്ട വിചാരിച്ചിട്ടാ ഞാൻ ഓരോന്ന് ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരുന്നത്. എന്താന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ തുന്നി 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 ഇവിടെ എത്തിട്ടോ. ഞാനിതൊന്ന് കത്രികനോണ്ട് വെട്ടട്ടെ. എല്ലാ ആയുധങ്ങളും നമുക്ക് വേണം. ഇതാ പിന്നെ ഒരു കാര്യം പറയാണ്ട്, ഇത് ഞാൻ ഇനി ഇങ്ങനെ കിടത്തുമല്ലോ. അപ്പൊ അടിഭാഗത്ത്, കിടത്തുന്നതിന്റെ അടിഭാഗത്ത് ഞാൻ ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അഥവാ നനഞ്ഞിട്ട് വെള്ളം അങ്ങ് പോവണ്ടേ, നമുക്ക് വെള്ളം അധികമായാലും കേട് വരും, വെള്ളം ഇല്ലെങ്കിൽ വളരെയില്ല. അങ്ങനെ എല്ലാത്തിനും ഒരു മിതമായ രീതി വേണം. അപ്പൊ ഞാൻ ഹോൾസ് ഇട്ടിടേ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഹോൾസ് ഇടാൻ മറന്നു പോവണ്ട. തുന്നി റെഡിയാക്കി ഇനി ഞാൻ എൻ്റെ മേശപ്പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഇതിൻ്റെ മേലെ കിടത്തിയിട്ട് അടുത്ത പരിപാടി ആവൂല. നമുക്ക് അധികം കുനിയാനാവൂല. ഇതൊക്കെ എൻ്റെ തൈകൾ ഞാൻ ഉണ്ടാക്കിയതാ. ഒരിക്കൽ നിങ്ങൾ നഴ്സറി പോയാൽ മതി, പിന്നെ നിങ്ങൾക്ക് നഴ്സറി പോവേണ്ട ആവശ്യമേ ഉണ്ടാവില്ല കാബേജിക്ക്. പിന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതിന് കാബേജിക്ക് ഇന്ന സമയമൊന്നുമില്ല. തണുപ്പ് മാസമോ അല്ല ചൂട് ഒന്നുമില്ല. എനിക്ക് എല്ലാ സമയത്തും കാബേജ് വിളവെടുക്കാനുണ്ടാകുന്നുണ്ട്. കാരണം ഞാൻ വിളവെടുത്ത് കഴിഞ്ഞാൽ കുറ്റിയിൽ തൈ ഉണ്ടാവും, അത് നടും. പിന്നെ അത് വിളവെടുത്ത വീണ്ടും തൈ ഉണ്ടാവും. അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കും അങ്ങനെ സാധിക്കും. അതുകൊണ്ടാണ്. ഇനി ഞാനിത് എടുത്തിട്ട് ഒന്നിങ്ങനെ അങ്ങ് കിടത്തട്ടെ. നേരെ ആക്കിയിട്ട് വേണം ഇത് ഹോൾസ് ഇടാൻ. എന്തോ ഒന്നിങ്ങനെ അങ്ങനെ ചെരിച്ചാൽ മതി, ഞങ്ങൾ അല്ലോട്ടും ആയിക്കോളും. ഞാൻ ചെയ്യുന്ന എൻ്റെ എല്ലാ വിക്രസങ്ങളെ കാണിക്കുന്ന. കുറച്ചും കൂടി ഒന്ന് ചെരിക്കുക അല്ലേ. ചെരിക്കാൻ അങ്ങനെ മറിക്കുക. ഇപ്പം ലെവലിൽ നിന്നിട്ടാൻ വേണ്ടിയിട്ടാണ്. ലെവലിൽ നിന്നില്ലെങ്കിൽ അങ്ങോട്ട് ചെരി അങ്ങനെയൊക്കെ വരും. എൻ്റെ അങ്ങനെ വന്നു. അതുകൊണ്ട് ഇനി അവനെ വരരുത് എന്ന് വിചാരിച്ചിട്ടാ. ഇതാ ഇനി നമുക്കിവിടെ 4 ഹോൾസ് ഇങ്ങനെ ഇടാം. 1 2 3 4. പിന്നെ എന്ന് പറയാണ്ട് ഞങ്ങളോട്, ഇത് കാബേജ് എന്ന് പറയുന്നത് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ പോകുന്നതല്ല, വട്ടം കൂടുന്നതാ. അതുകൊണ്ട് 5 ഞാൻ നടുന്നില്ല. ഞാൻ വട്ടം കൂടുന്നത് കാണിച്ചു തരാം. ഒരിക്കൽ ഞാൻ കാണിച്ചു തന്നതാ. ഇതാ ഇതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ അത്രയും വട്ടം കൂടൂരേ. അപ്പം നമ്മളൊന്ന് വിട്ടാക്കുന്നത് നല്ലതാ. ഇതൊന്നും കായ്ക്കാൻ ഇങ്ങനെ വട്ടം കൂടാനായിട്ടില്ലതാ. കാബേജ് വരാനാകുന്നേ ഉള്ളൂ, ചെറിയ പ്രായക്കാരാ. അങ്ങനെ ഞാൻ 4 റൗണ്ട് ഉണ്ടാക്കി ഹോൾസ്. എന്താ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, വലിയ പ്രയാസമൊന്നുമില്ല. അത് നല്ല ഏത് ചാക്കായാലും വേഗം മുറിയും. ഇനി നമുക്ക് നടുമ്പോൾ പിന്നെ കുറച്ചും കൂടി വലുപ്പമാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കണ്ടോ, 1 2 3. ഇത് കുറച്ച് വലുപ്പമാക്കണം, ഇത് പോരാ, കാരണം അതങ്ങോട്ട് ഇറക്കി വെക്കണ്ടേ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പോൾസാക്കിയില്ലേ, ഇനി നമ്മളിത് ഇങ്ങനെ നീക്കി വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ, ഇത് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. അതാ ഞാൻ പറഞ്ഞത്, നറുക്കുമ്പോൾ ലൂസിൽ നറുക്കണം. ഇതെല്ലാം ഇപ്പം ഞാൻ അടുത്ത് പിടിച്ചിന് ക്യാമറകൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അല്ല, ചില ആൾക്കാർക്ക് ഞാൻ കൃഷി എടുക്കുന്നത് ശരിക്ക് കാണണമെന്ന് പറയും, സൂം ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറയും. ഇതാ അങ്ങോട്ടാക്കി അതങ്ങോട്ട് ഇറക്കി വെക്കാനാ. എല്ലാം അങ്ങ് നീക്കി വെക്കുക കേട്ടോ. ഇങ്ങനെ അങ്ങ് നീക്കി വെച്ചാൽ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് വളം ഇടട്ടെ. വളം എന്ന് പറഞ്ഞാൽ പിന്നെ കരിയില കമ്പോസ്റ്റ്, പിന്നെ ഞാൻ ഇടുന്നത് കോഴിവളം കൂടി ഉണ്ട് കുറച്ച് മിശ്രിത. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലിട്ട് ഒന്ന് നറുക്കട്ടെ കേട്ടോ. അധികം നറുക്കുന്നില്ല, മറ്റേ ചെടി ഇറക്കി വെക്കണ്ടേ, നറുക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കരിയില കമ്പോസ്റ്റും
കുറച്ച് അങ്ങോട്ട് ഇടട്ടെ. പെട്ടെന്ന് അങ്ങോട്ട് റോക്കറ്റ് സ്പീഡ്. കരിയില കമ്പോസ്റ്റിന്റെ പവർ തന്നെ അതാ, റോക്കറ്റ് സ്പീഡിൽ. ഇതാട്ടോ എൻ്റെ കരിയില കമ്പോസ്റ്റ്, കണ്ടില്ലാന്ന് പറയണ്ട. ഇനി ഞാൻ കുറച്ച് കോഴിവളം പിന്നെ എനിക്ക് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. എൻ്റെ കുടുംബക്കാർ എനിക്ക് തന്നതാ. കൃഷിഭ്രാന്ത് ഉണ്ട് എന്നുള്ള ഓൽക്ക് അറിയാം. അതുകൊണ്ട് ഓല് കോഴിനെ വളർത്തുന്നവരാ, വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നവരാ. അവരുടെ അടുത്തേ ഉണ്ടാവുള്ളൂ ഇത്ര അധികം. അപ്പം എനിക്കൊരു ചാക്ക് ഇങ്ങ് തന്നു, ഒരു ചാക്ക് കോഴിവളം തന്നു. അവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഒക്കെ എൻ്റെ പ്രിയപ്പെട്ടവരാ. ഞാൻ നറുക്കുന്ന ഇങ്ങനെ കാണിച്ചു തരുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇങ്ങനെ അങ്ങ് നട്ടാലില്ലേ കാബേജ് ഉണ്ടാകുന്നത് കണ്ട അത് ഒരു പ്രത്യേക ഒരു കൗതുക. ഇങ്ങനെ ഉണ്ടാകുന്നത് സാധാരണ ഉണ്ടാകും പോലെ അല്ലല്ലോ ഇത് ഉണ്ടാകുന്നത്. ഇനി ഞാൻ നടട്ടെ കേട്ടോ. ഫസ്റ്റിൽ തന്നെ ഒന്ന്. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിനൊന്നും എനിക്കൊരു ചില്ലി കാശിൻ്റെ മുടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ചാക്കിന് പൈസ വേണ്ട, എന്തോ കൊണ്ടുവന്ന ചാക്ക ഓർമ്മല്ല, വേണ്ട. തൈക്ക് പൈസ വേണ്ട. പിന്നെന്ന് പറഞ്ഞാൽ കോഴിവളത്തിന് പൈസ വേണം, എനിക്ക് ഫ്രീ ആണ്. പിന്നെ കരിയില കമ്പോസ്റ്റ്, പിന്നെ കരിയില എന്ന് പറഞ്ഞാൽ നമ്മളെ വീടും പരിസരം അങ്ങ് വൃത്തിയാവും. അങ്ങനെയൊക്കെ കൃഷി എടുത്താലുണ്ടല്ലോ അടിപൊളിയിലുണ്ടാവും. പിന്നെ ഈ കൃഷി എടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഇബാദത്താ. ഇപ്പം നോമ്പൊക്കെ അല്ലേ വരാൻ പോണത്. ഇതിനുള്ളിൽ കരിയില നിറച്ചിട്ടേ ഞാൻ വെച്ച്. ഇപ്പം കരിയില എന്താ വേര് വന്ന് ഇവിടെ ഒക്കെ എത്തി. എന്താ വേരെത്തി, കണ്ടില്ലേ തൈ ഉണ്ടായത്. ഇറക്കി വെക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല അടിപൊളിയായിട്ടുണ്ടാവട്ടെ, അടിപൊളിയായിട്ട് ഉണ്ടാവട്ടെ എന്നുള്ള എനിക്ക് മാത്രമല്ല, എൻ്റെ കൃഷി കണ്ട അതേപോലെ കൃഷി എടുക്കുന്ന പ്രിയപ്പെട്ട കുറേ ആൾക്കാരുണ്ട്, ചങ്കുകൾ. അവർക്കും ഇഷ്ടം പോലെ ഉണ്ടാവട്ടെ. എന്താ ഒന്ന് നട്ട് കഴിഞ്ഞു. എങ്ങനെ നട്ട്? ഇനി അടുത്ത രണ്ടാമത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ക്യാമറ അടുത്ത് പിടിച്ചിരുന്നു. എൻ്റെ പരാതി ഇല്ലാതെ ഞാൻ തീർത്തതാ. കാരണം ഞാൻ എപ്പം കേൾക്കും നടുമ്പോൾ നിങ്ങൾ സൂം ചെയ്ത് പിടിക്കണേ, സൂം ചെയ്യണേ എന്നുള്ളത്. ഇതാ രണ്ടാമത്തത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നു. ഇതാ മൂന്ന് ഒക്കെ വെറും അതിൻ്റെ ഇടയിൽ വരെ പ്ലാസ്റ്റിക് വരിക. ഞാൻ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നട്ടിട്ടു. ഇതൊന്നും വേണ്ട, അതിൻ്റെ ഉള്ളിൽ കുത്തി നിറക്കാം. കുത്തി ഇങ്ങനെ നിറച്ചിട്ട് പ്ലാസ്റ്റിക് അവർ നൂല, അത് പിന്നെ പൊയ്ക്കോളും. ഇതാ അങ്ങനെ ഇതാ നട്ടേ കണ്ടില്ലേ. എന്താ ഈ ഹോൾസിലേക്ക് അങ്ങനെ ഇറക്കി വെച്ചു. 4 ഇനി ഒറ്റ ഒന്നുകൂടി. എന്താ എനിക്ക് ഈ പാത്രമൊക്കെ ഒഴിവായാൽ എനിക്ക് വേറെ കുറേ നട്ട് പിടിപ്പിക്കേണ്ടതുണ്ട്. അതാണ് ഇപ്പം എൻ്റെ പ്രശ്നം. ഒഴിവായും വേണം. എനിക്കാണെങ്കിൽ മാറ്റിക്കൊടുത്തില്ലെങ്കിൽ ഉണ്ടാവൂല. നല്ല വളം കൊടുക്കണ്ടേ. ഇതാ ഒക്കെ ഉള്ളിലട് പോയിക്കോട്ടെ. മണ്ണാണ്, ഒന്നൊരു കുഴപ്പമില്ല. അടിപൊളിയായിട്ട് 4 നട്ട് കഴിഞ്ഞു. 1 2 3 4. ഇനി ഞാൻ നനക്ക് കേട്ടോ. നനക്കുമ്പോൾ നല്ല വൃത്തി ഉണ്ടാവും ചാക്ക്. ഇതിൻ്റെ മേലുള്ള പൊടികളൊക്കെ പോവും. അപ്പം നല്ല വൃത്തിയാ. ഇനി ഇത് പച്ച കളറിൽ ഇങ്ങോട്ട് ഉണ്ടാകുന്നത് കണ്ടാലുണ്ടല്ലോ, യോ എന്ത് രസമായിരിക്കും അറിയോ. അപ്പം നനക്കും ഞങ്ങൾ ഇപ്പം തന്നെ ചോദിച്ചതിൻ്റെ സംശയം തീർന്നല്ല, അങ്ങ് തീർത്ത് കാണിച്ചു തന്നതാ. എന്താ
എങ്ങനെയുണ്ട് എൻ്റെ വെർട്ടിക്കൽ കാബേജ് കൃഷി? ഒരു ചാക്ക് തന്നെ 4 എണ്ണം. എൻ്റെ കാബേജ് നടൽ വീഡിയോ അത്രേ ഉള്ളൂ. നിങ്ങളും എൻ്റെ കാബേജ് നട്ടിട്ട് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.